ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഹുദ്ഹുദ് ചുഴലിക്കാറ്റ് ആന്ധ്രാ തീരത്ത് ആഞ്ഞടിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും 6 പേർ മരിച്ചു. ഹുദ്ഹുദ് ചുഴലിക്കാറ്റിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സഹായവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വാഗ്ദാനം ചെയ്തു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിന് സമീപമുള്ള കൈലാഷ്ഗിരിയിലൂടെയാണ് ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിച്ചത്. വിശാഖപട്ടണത്തിനും ഒഡീഷയിലെ ഗോപാൽപൂരിനും ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഹുദ്ഹുദ് രാവിലെ 11:30യോടെയാണ് തീരത്തെത്തിയത്. ആന്ധ്രാ തീരത്തെ കലിംഗ നഗരത്തിലെയും ബന്ദൂർവാപെട്ടിയിലെയും 2 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി. വിശാഖപട്ടണത്ത് ആയിരക്കണക്കിന് മരങ്ങൾ കടപുഴകി വീണു. റോഡ്, റെയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. വാർത്താവിനിമയ സംവിധാനങ്ങൾ താറുമാറായി. ചുഴലിക്കാറ്റ് ബാധിച്ച സ്ഥലങ്ങളെ ദേശീയ ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി വിഷയം ചർച്ച ചെയ്യുന്നുണ്ടെന്നും രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. And at the end of the day, we have to go for now rescue operation and also rehabilitation of things we have to go. We are doing all our best. We are appealing the people also to cooperate. രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിക്ക് ഉറപ്പു നൽകി. ഇതിനിടെ കനത്ത മഴയെ തുടർന്ന് വിശാഖപട്ടണത്ത് ചൊവ്വാഴ്ച നടത്താനിരുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 3ാം ഏകദിനം റദ്ദാക്കി. ന്യൂസ് ഡെസ്ക് മീഡിയ 1. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനങ്ങൾ ഒട്ടും പിഴച്ചില്ല. മണിക്കൂറിൽ 195 കിലോമീറ്റർ വേഗത്തിൽ തന്നെ ഹുദ്ഹുദ് കരയിലേക്ക് അടിച്ചു. കൈലാസഗിരിയിലെത്തുമ്പോൾ വേഗം 200 കിലോമീറ്റർ വരെയായി. 2 മണിക്കൂറോളം ഈ വേഗം നിലനിൽക്കുകയും ചെയ്തു. 180 മുതൽ 195 കിലോമീറ്റർ വരെ വേഗത്തിൽ ഹുദ്ഹുദ് കരയിലെത്തുമെന്നായിരുന്നു ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. കരയിലെത്തുമ്പോൾ 212 കിലോമീറ്റർ വരെ വേഗം കാറ്റിനുണ്ടാകുമെന്ന നാസ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ കൈലാസഗിരിയിലെത്തുമ്പോൾ 200 കിലോമീറ്റർ വരെയായിരുന്നു ഹുദ്ഹുദിന്റെ വേഗം. വിശാഖപട്ടണത്ത് ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് വടക്കു പടിഞ്ഞാറൻ ദിശയിലാണ് നീങ്ങിയത്. ഒഡീഷയിലെ ഗോപാൽപുരി വരെയുള്ള തീരമേഖലയിൽ കാറ്റ് പ്രവേശിക്കാനിടയുണ്ടെന്ന ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. വിശാഖപട്ടണത്തിന് വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നീങ്ങുന്ന ചുഴലിക്കാറ്റിന്റെ പ്രഭവശേഷി 6 മണിക്കൂർ ഇടവിട്ട് കുറയും. എന്നാൽ കരയിൽ പ്രവേശിച്ച ശേഷം ഹുദ്ഹുദ് 2 മണിക്കൂറോളം വേഗം നിലനിർത്തി. നാളെ ഉച്ചയോടെ കാറ്റ് ദുർബലമാകുമെന്നാണ് സൂചന. കിഴക്കൻ മധ്യപ്രദേശ്, കിഴക്കൻ ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, തെലങ്കാന എന്നിവിടങ്ങളിൽ കാറ്റ് കനത്ത മഴയ്ക്ക് കാരണമാകും. തെക്കേ ഇന്ത്യയിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. മാരക പ്രഹരശേഷിയുള്ള ചുഴലിക്കാറ്റുകളുടെ കൂട്ടത്തിലാണ് കാലാവസ്ഥാ വകുപ്പ് ഹുദ്ഹുദിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ആന്ധ്രാ തീരത്ത് നാശം വിതയ്ക്കുന്ന ഹുദ്ഹുദ് ചുഴലിക്കാറ്റിന്റെ ഉത്ഭവം അന്തമാൻ തീരമായിരിക്കാം. എന്നാൽ ചുഴലിക്കാറ്റിന്റെ പേര് ഉത്ഭവിച്ചത് ഒമാനിൽ നിന്നാണ്. വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പക്ഷിയുടെ പേരാണ് ഹുദ്ഹുദ്. ഇംഗ്ലീഷിൽ ഹൂപ്പു എന്നറിയപ്പെടുന്ന പക്ഷിയാണ് ഹുദ്ഹുദ്. മലയാളത്തിൽ പുഴുക്കൊത്തി എന്നും ഇതിന് പേരുണ്ട്. പ്രവാചകൻ സോളമൻ അഥവാ സുലൈമാൻ നബിയുടെ സന്ദേശവാഹകനായാണ് ഖുർആൻ ഈ പക്ഷിയെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഇസ്രായേലിന്റെ ദേശീയ പക്ഷി കൂടിയാണ് ഹുദ്ഹുദ്. 2004 മുതലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകാൻ തുടങ്ങിയത്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാലിദ്വീപ്, മ്യാൻമർ, ഒമാൻ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നീ 8 രാജ്യങ്ങൾ ചേർന്നാണ് കാറ്റിന് പേരിടുന്നത്. ഇക്കുറി ഒമാന്റെ ഊഴമായിരുന്നു. ഓരോ രാജ്യവും നിർദ്ദേശിച്ച 8 പേരുകൾ വീതം 64 നാമങ്ങളടങ്ങിയ ലിസ്റ്റിൽ നിന്നാണ് ഒമാന്റെ ഹുദ്ഹുദ് എന്ന പേര് തെരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത കാറ്റിന് പാകിസ്ഥാൻ നിർദ്ദേശിച്ച നിലൂഫർ എന്ന പേരായിരിക്കും നൽകുക. പേരുകൾ വിവാദമാകാതിരിക്കാനാണ് വിവിധ രാജ്യങ്ങൾ ചേർന്ന് പേരിടുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ശ്രീലങ്ക മഹാസൻ എന്ന കാറ്റിന് പേരിട്ടത് വിവാദമായതോടെ വിആർഒ എന്ന് മാറ്റേണ്ടി വന്നു. ഹുദ്ഹുദ് ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയായതിനാൽ നാശം വിതയ്ക്കുന്ന കാറ്റിന് ഈ പേരിട്ടതിന്റെ രാഷ്ട്രീയം അടുത്ത ദിവസങ്ങളിൽ ചർച്ചയായേക്കും. ഷിനോഷ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കാത്ത്. മറ്റു വാർത്തകളിലേക്ക്. കുവൈത്തിൽ വൈദ്യുതിക്കും വെള്ളത്തിനും ഏർപ്പെടുത്തിയ സബ്സിഡിയുടെ പ്രധാന പ്രയോജനം ലഭിക്കുക പ്രവാസികൾക്കും വ്യാപാരികൾക്കുമെന്ന് റിപ്പോർട്ട്. പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിക്കാനും സാധ്യതയില്ല. രാജ്യത്ത് വൈദ്യുതി, വെള്ളം, ഇന്ധനം എന്നിവയ്ക്ക് സർക്കാർ നൽകുന്ന സബ്സിഡിയുടെ പ്രധാന പ്രയോജനം ലഭിക്കുന്നത് പ്രവാസി സമൂഹത്തിനും വ്യാപാരികൾക്കുമെന്ന് റിപ്പോർട്ട്. മൊത്തം ഉപഭോക്താക്കളുടെ 65% ഈ വിഭാഗങ്ങളാണെന്ന് ജലം വൈദ്യുതി മന്ത്രാലയം അടുത്തിടെ നടത്തിയ പഠനത്തിലാണ് വ്യക്തമായത്. ബജറ്റിലെ നല്ലൊരു ശതമാനവും സബ്സിഡിക്കായി മാറ്റിവെക്കുകയാണ്. രാജ്യത്ത് പൗരന്മാരെന്നോ പ്രവാസികളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സബ്സിഡിയുടെ പ്രയോജനം ലഭിക്കുകയാണെന്നും മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അറബ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പൗരന്മാർക്ക് രാജ്യത്ത് പ്രത്യേക പരിഗണന ലഭിക്കുന്നില്ല. വൈദ്യുതി, വെള്ളം, ഇന്ധനം എന്നിവയുടെ സബ്സിഡി കുറച്ച് വില വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുന്നതിനുള്ള മന്ത്രിസഭയുടെയും സുപ്രീം പ്ലാനിംഗ് കൌൺസിലിന്റെയും സംയുക്ത യോഗം ബുധനാഴ്ച നടക്കുന്നുണ്ട്. അതേസമയം പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിക്കില്ലെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു. മീഡിയ 1, കുവൈറ്റ്.
ദുബൈയിൽ പരിഷ്കരിച്ച നമ്പർ പ്ലേറ്റുകൾ ജനുവരി മുതൽ നടപ്പിലാക്കും. നിലവിലുള്ള നമ്പർ പ്ലേറ്റുകൾ പുതിയ രൂപത്തിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായി RTA ഉന്നത ഉദ്യോഗസ്ഥൻ അഹമ്മദ് ഹഷീം ബഹാർസിയാൻ പറഞ്ഞു. പുതിയ ഡിസൈനിലുള്ള നമ്പർ പ്ലേറ്റ് ലഭിക്കാൻ RTA ആപ്ലിക്കേഷൻ മുഖേന വാഹന ഉടമകൾ രജിസ്റ്റർ ചെയ്യണം. ദുബൈയുടെ പുതിയ ലോഗോ ഉൾപ്പെടുത്തിയാണ് പ്ലേറ്റിൽ മാറ്റം വരുത്തുന്നത്. നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യവേ 2 കണ്ണുകളുടെയും കാഴ്ച മങ്ങിയതോടെ ജോലിക്ക് പോകാൻ കഴിയാതെ പ്രയാസത്തിലാണ് തിരുവനന്തപുരം സ്വദേശി സുന്ദർ രാജ്. സാമൂഹിക പ്രവർത്തകരുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെ നാട്ടിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹം. ഇത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി സുധീർ സുന്ദർരാജ് എന്ന സൈമൺ. കഴിഞ്ഞ 10 വർഷത്തെ പ്രവാസത്തിനിടയിൽ ഒരിക്കൽ പോലും നാട്ടിൽ പോയിട്ടില്ല. കുടുംബത്തെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ കടങ്ങളും പ്രയാസങ്ങളും കൊണ്ട് ദുരിതമയമാണ് ജീവിതം. ഇപ്പോൾ 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടതോടെ ജോലിയെടുക്കാനോ വിശപ്പടക്കാനോ മുന്നിൽ വഴി ഏതുമില്ല. പണിക്ക് പോയിട്ട് 8 മാസമായി. ഇപ്പോൾ റൂമിൽ ആരെങ്കിലും തരുന്ന ആഹാരം വല്ലതും കഴിച്ചങ്ങനെ കഴിക്കും. കൊടും ചൂടിൽ AC പോലുമില്ലാതെ ഒരാൾക്ക് പോലും താമസിക്കാൻ പ്രയാസകരമായ ഈ കുടുസുമുറിയിലാണ് സുന്ദർ രാജിന്റെ ജീവിതം. ഹോട്ടലിൽ ചായ കുടിക്കാൻ പോകുമ്പോൾ ഇദ്ദേഹത്തിനെ ഞാൻ കണ്ടു. ഇദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കണ്ണിന് കാഴ്ചയില്ല. ഒരു ചെറിയൊരു ഇടുങ്ങിയ റൂമിലാണ് കിടക്കുന്നത്, നിലത്താണ് കിടക്കുന്നത്. താമസ സ്ഥലത്തിനടുത്തുള്ള ചില മനുഷ്യസ്നേഹികളുടെ കാരുണ്യം കൊണ്ടാണ് വിശപ്പടക്കാൻ ഭക്ഷണം ലഭിക്കുന്നത്. എന്നാൽ ജോലി ചെയ്ത വകയിൽ കരാറുകാരനായ മലയാളിയിൽ നിന്ന് ലഭിക്കാനുള്ള പണം ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് പതിവെന്ന് സുന്ദർ രാജ് പറയുന്നു. പൈസ തരേണ്ടടുത്ത് പോകാനൊക്കില്ല. പോകാന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് അവര് കള്ളും വാങ്ങിച്ചു കൊടുത്ത് പാർട്ടിയുടെ പിടിച്ചെടുത്തിയിട്ടുണ്ട്. അവര് നമ്മളവിടെ ചെന്ന് ഒറ്റയ്ക്കിട്ടും ചാടിക്കഴിഞ്ഞാൽ അവരെ എടുത്തിട്ട് അടിക്കുകയുള്ളൂ. CPR പിടിച്ചു. സുന്ദർ രാജിനെ നാട്ടിലെത്തിക്കുവാനുള്ള പരിശ്രമങ്ങൾക്ക് സാമൂഹിക പ്രവർത്തകൻ KT സലീമാണ് നേതൃത്വം നൽകുന്നത്. പാസ്പോർട്ട് ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, വിസയില്ല. ആ സ്ഥിതിക്ക് ഔട്ട് പാസ് ഉണ്ടാക്കാന്നുള്ളതാണ് എംബസി നീട്ടിയ നിർദ്ദേശം. അങ്ങനെ എംബസിയിൽ കൊണ്ടുപോയി ഔട്ട് പാസ് ഉണ്ടാക്കി. എംബസി സൗജന്യമായി തന്നെ ഔട്ട് പാസ് നൽകിയിരിക്കുകയാണ്. ഇനി എമിഗ്രേഷനിലേക്കുള്ള പ്രോസസ്സാണ് ബാക്കിയുള്ളൂ. എല്ലാ കടമ്പകളും കടന്ന് നാട്ടിൽ പോകാനുള്ള വഴിതെളിയുമെന്ന നിറഞ്ഞ പ്രതീക്ഷയിലാണ് ഈ പ്രവാസി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. നൂതന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സാങ്കേതിക വിദ്യയുമായി ജൈടെക്സ് ടെക്നോളജി വീക്കിന് ദുബൈയിൽ തുടക്കമായി. ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂം മേള ഉദ്ഘാടനം ചെയ്തു. 61 രാജ്യങ്ങളിൽ നിന്നുള്ള 3700ഓളം കമ്പനികളും സ്ഥാപനങ്ങളുമാണ് മേളയിൽ അണിനിരക്കുന്നത്. സാങ്കേതിക വിദ്യാമേഖലയിലെ ഏറ്റവും പുതിയ പ്രവണതകളും കണ്ടുപിടുത്തങ്ങളും അവതരിപ്പിക്കുന്നതാണ് ജൈടെക്സ് മേള. മാറുന്ന ലോകത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള എണ്ണമറ്റ ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളുമാണ് കമ്പനികൾ അവതരിപ്പിക്കുന്നത്. വിവിധ കമ്പനി രാജ്യ പ്രതിനിധികൾക്ക് ഈ മേഖലയിലെ ഉന്നതരുമായി സംവദിക്കാനും അവസരം ഒരുക്കിയിട്ടുണ്ട്. പുതിയ സ്മാർട്ട് സാങ്കേതിക വിദ്യയിലേക്ക് മാറുന്ന മിഡിൽ ഈസ്റ്റിലെ വിവിധ സർക്കാർ വകുപ്പുകളും സ്ഥാപനങ്ങളും തങ്ങളുടെ മുന്നേറ്റം പ്രദർശിപ്പിക്കാനുള്ള അവസരമായും ജൈടെക്സിനെ മാറ്റുകയാണ്. ദുബൈയെ സ്മാർട്ട് സിറ്റിയാക്കാനുള്ള UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നീക്കങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകൾ നൽകുന്ന സ്മാർട്ട് സേവനങ്ങളുടെ നീണ്ട നിര തന്നെ ഇവിടെ പ്രദർശിപ്പിക്കുന്നു. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, ദുബൈ നഗരസഭ, ദുബൈ പോലീസ് തുടങ്ങി ദുബൈ സർക്കാരിന്റെ ഒട്ടുമിക്ക വകുപ്പുകളും നഗരം സ്മാർട്ടാക്കുന്നതിന്റെ ഭാഗമായി തങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ മേളയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒട്ടേറെ പുതിയ സ്മാർട്ട് ആപ്ലിക്കേഷനുകളാണ് ദുബൈ നഗരസഭ പുറത്തിറക്കിയത്. സ്മാർട്ട് സാങ്കേതിക വിദ്യകളിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിക്ഷേപം കുത്തനെ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത്തവണ ജൈടെക്സ് മേള വീണ്ടും വിരുന്നെത്തുന്നത്. മേഖലയിലെ IT വിപണി 2014 $1500 കോടി നിന്ന് 2020 $2000 കോടി കുതിക്കുമെന്നാണ് വിലയിരുത്തൽ. പാനസോണിക് ഉൾപ്പെടെ പ്രധാന കമ്പനികളും പുതിയ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. മേള ഈ മാസം 12 വരെ നീണ്ടു നിൽക്കും. മീഡിയ 1, ദുബൈ. 2015 സാമ്പത്തിക വർഷത്തേക്കുള്ള 49.1 ബില്യൺ ദിർഹത്തിന്റെ യൂണിയൻ ബജറ്റിന് UAE മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. മുൻ വർഷത്തേക്കാൾ 2.9 ബില്യൺ ദിർഹം ഇത്തവണ വകയിരുത്തിയിട്ടുണ്ട്. സാമൂഹിക വികസന പദ്ധതികൾക്കാണ് ബജറ്റ് ഇത്തവണ ഊന്നൽ നൽകിയിട്ടുള്ളത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരം രാജ്യത്തിന്റെ സമൃദ്ധിയും സുരക്ഷയും ജനങ്ങളുടെ മാന്യമായ ജീവിതവും ഉറപ്പുവരുത്തിയാണ് ബജറ്റിന് രൂപം നൽകിയിരിക്കുന്നതെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. UAE വിഷൻ 2021 പ്രകാരം ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹിക വികസനം, സർക്കാർ സേവനങ്ങൾ വികസിപ്പിച്ചെടുക്കൽ തുടങ്ങിയവയ്ക്കായിരിക്കും മുൻഗണന നൽകുകയെന്നും മന്ത്രിസഭാ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബജറ്റിന്റെ 49% സാമൂഹിക വികസന പദ്ധതികൾക്കായാണ് മാറ്റിവച്ചിരിക്കുന്നത്. 20 ബില്യൺ ദിർഹം സർക്കാർ വകുപ്പുകൾക്കായി നീക്കിവെച്ചു.
1.8 ബില്യൺ അടിസ്ഥാന സൗകര്യ വികസനത്തിനും 1.6 ബില്യൺ സാമ്പത്തിക മേഖലയ്ക്കും 1 ബില്യൺ ഫെഡറൽ മേഖലയ്ക്കുമായി നീക്കിവച്ചിട്ടുണ്ട്. മീഡിയ 1 അബുദാബി. ഖത്തറിലെ പ്രമുഖ മെഡിക്കൽ ഗ്രൂപ്പായ ആസ്റ്റർ മെഡിക്കൽ സെന്റർ ദോഹയിലെ അൽ ഗാനിം മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചു. നേരത്തെ മിഷൈരിക് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആസ്റ്റർ മെഡിക്കൽ സെന്ററാണ് ഇപ്പോൾ അൽ ഗാനിമിലേക്ക് മാറ്റിയിരിക്കുന്നത്. മിഷൈരിക് ഡൗൺ ടൗൺ പ്രോജക്ടിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനാലാണ് ആസ്റ്റർ മെഡിക്കൽ സെന്റർ അൽ ഗാനിമിലേക്ക് മാറ്റി സ്ഥാപിച്ചതെന്ന് CEO ഡോക്ടർ സമീർ മൂപ്പൻ പറഞ്ഞു. പ്രവാസി സമൂഹത്തിന് പുത്തൻ പ്രതീക്ഷകൾ പകർന്ന് സൗദിയിൽ പ്രവാസി സാംസ്കാരിക വേദിക്ക് തുടക്കമായി. റിയാദ് എക്സിറ്റ് 18-ലെ നൂർ അൽമാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം സംഘടനയുടെ പ്രഖ്യാപനം നിർവഹിച്ചു. റിയാദ് സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. പ്രവാസി വകുപ്പ് പുനഃസ്ഥാപിച്ച് പ്രത്യേക മന്ത്രിയെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് ഹമീദ് വാണിയമ്പലം ആവശ്യപ്പെട്ടു. ഇതിനായി വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കും. എംബസികൾക്ക് കൂടുതൽ അധികാരം നൽകാൻ 1983-ലെ ഇന്ത്യൻ എമിഗ്രേഷൻ ആക്ട് പരിഷ്കരിച്ച് പ്രവാസികളെ പരിഗണിക്കുന്ന പുതിയ നിയമം നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 1983-ലെ ഇന്ത്യ എമിഗ്രേഷൻ ആക്ട് തിരുത്തി എഴുതണം, അത് പരിഷ്കരിക്കണം, അത് പ്രവാസി ബന്ധുവായ ഒരു നിയമമാക്കി അത് പരിഷ്കരിച്ചെടുക്കണം. അതിനുവേണ്ടി നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലുടനീളവും സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുവാൻ തീർച്ചയായിട്ടും വെൽഫെയർ പാർട്ടിയുടെ ദേശീയ സംസ്ഥാന ഘടകങ്ങൾ ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഏത് പദ്ധതിക്കും വിദേശ കമ്പനികളെ ആശ്രയിച്ച് പണം അന്യനാട്ടിലേക്ക് കടത്താൻ വഴിയൊരുക്കുന്ന സർക്കാരുകൾ നാടിന്റെ വികസന പ്രക്രിയയിൽ പ്രവാസികളെയും പങ്കാളികളാക്കണമെന്നും ചെറുതും വലുതുമായ അവരുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് അവയുടെ നേട്ടങ്ങൾ അവർക്കും പ്രാപ്യമാക്കണമെന്നും ഹമീദ് വാണിയമ്പലം ആവശ്യപ്പെട്ടു. സംഘടനയുടെ ലോഗോ വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ അംബുജാക്ഷൻ പ്രകാശനം ചെയ്തു. പ്രവാസി സാംസ്കാരിക വേദി റിയാദ് സെൻട്രൽ പ്രസിഡന്റ് സാജു ജോർജ് അധ്യക്ഷത വഹിച്ചു. നോർക്ക സൗദി ജനറൽ കൺസൾട്ടന്റ് ഷിഹാബ് കൊട്ടുകാട്, ക്ലിക്കോൺ MD നാസർ അബൂബക്കർ, റിയാദ് മീഡിയ ഫോറം പ്രസിഡന്റ് ബഷീർ പാങ്ങോട്, സാമൂഹിക പ്രവർത്തകരായ ഷീബ രാജു ഫിലിപ്പ്, റജീന റഷീദ്, ഷാജഹാൻ തിരുവനന്തപുരം, റഹ്മത്ത് തിരുത്തിയാട്, സലീം മാഹി എന്നിവർ സംസാരിച്ചു. അഷ്റഫ് കോടി, ശൈലേഷ് മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച കലാസാംസ്കാരിക പരിപാടികളും പ്രഖ്യാപനത്തോടനുബന്ധിച്ച് അരങ്ങേറി. മലയാളമേ മലയാളമേ മമ ജീവനമൃതാക്കും മാതൃത്വമേ. മീഡിയ 1 റിയാദ്.